Hello, good morning. Good morning, Miss. Good morning, Miss. Good morning. Yes, very, very good morning. എന്നെ പ്രതീക്ഷിച്ചോ നിങ്ങള്? പ്രതീക്ഷിച്ചോ? ഞാനായിരിക്കും ക്ലാസ് എടുക്കാന്ന് പ്രതീക്ഷിച്ചോന്ന്. സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നോ? സാറിനെ എക്സ്പെക്ട് ചെയ്തില്ല. ഞാനിപ്പ ചോദിച്ചത് എന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചോന്നാണ് ക്ലാസ്സില്. അതിന്റെ കാര്യം അത് കഴിഞ്ഞ് പറയാം. ഓക്കെ, പ്രതീക്ഷിച്ചു. വെരി ഗുഡ്. മഞ്ഞു മാത്രം പ്രതീക്ഷിച്ചു. സാറ് ഇംഗ്ലീഷ് ആണല്ലോ, ഇംഗ്ലീഷ് നമുക്ക് എക്സാം ഇല്ലല്ലോ. സോ വി ഹാവ് ടു കംപ്ലീറ്റ് അവർ പോർഷൻസ്. അപ്പൊ നമ്മുടെ പോർഷൻസ് തീരാനുള്ളത് കൊണ്ട് കഴിഞ്ഞ ട്യൂസ്ഡേ ഞാൻ തന്നെയാണല്ലോ എടുത്തത്. അപ്പൊ സാറിന്റെ അത് വാങ്ങിച്ച് നേരിട്ടും അതൊക്കെയാണ് നമ്മൾ എടുക്കുന്ന പോർഷൻ. നമ്മൾ തന്നെ തീർക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. മേ ബി ചിലപ്പോ പറ്റും, ചിലപ്പോ പറ്റില്ലായിരിക്കും, ചിലപ്പോ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്തെങ്കിലും. ഓക്കെ, അപ്പൊ എനിക്ക് പറ്റുന്ന പോസിബിൾ ആകുന്ന അത്രയും എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തരണം. അതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് എക്സാമിന്റെ കാര്യം നമുക്ക് ലാസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഞാനത് ലാസ്റ്റ് പറയാം. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനില് കുറെ പേരൊക്കെ ക്ലാസ്സിന്റെ ഇടയിലൊക്കെ വെച്ച് കയറുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്ത് തരും. സോ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ടൈം ടേബിൾ വന്നു, ടൈം ടേബിൾ കിട്ടേണ്ടതെന്ന് എനിക്കറിയാം. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഞാൻ നിർത്തിയിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. അവർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്തത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസില് കവറേജിൽ വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് രോഗങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസുകളാണ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് മീറ്റ് ചെയ്ത് തരുന്നത്. കവറേജ് മീൻസ് ആ ഒരു പരിധിയിൽ, അതായത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ, എന്തൊക്കെ സിറ്റുവേഷൻസിനാണ് നമുക്ക് എക്സ്പെൻസസ് മീറ്റ് ചെയ്ത് തരുന്നത്. ഓരോ ഇൻഷുറൻസ് എന്താ പറയാ പ്രോഗ്രാമിനും, ഓരോ തരത്തിലുള്ള ഇൻഷുറൻസ് പ്രോഗ്രാമിനും ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അവരുടേതായ കണ്ടീഷൻസ് ഉണ്ട്. ദേ വിൽ ഫോളോ ദാറ്റ്. അവരുടെ കോൺട്രാക്റ്റില്, അവരുടെ എഗ്രിമെന്റില് അവര് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ഓരോ ഇൻഷുറൻസ് പ്രോഗ്രാമുകളും അവരുടെ ക്ലയന്റുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇറ്റ് മേ വേരി ഫ്രം വൺ ഇൻഷുറൻസ് ടു അനദർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇൻഷുറൻസിന്റെ പ്രോഗ്രാമുകൾ കൊടുക്കുന്ന പോലത്തെയുള്ള എക്സ്പെൻസുകളായിരിക്കും മറ്റൊരു ഇൻഷുറൻസ് കൊടുക്കാം. അപ്പൊ അതിനകത്ത് വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. നമ്മളപ്പോ എല്ലാവരും അവർ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു നിങ്ങൾ ഇത് തരുന്നില്ല എന്ന് നമ്മൾ തമ്മിൽ ആളുകളായിട്ട് ഇടിപിടിയുടെ കാര്യമില്ല. സോ ബിഫോർ ദാറ്റ് അങ്ങനെയുള്ള ക്വാറൽസ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഏത് ഇൻഷുറൻസ് പദ്ധതി നമ്മൾ പങ്കുചേരുമ്പോഴും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും വി ഹാവ് ടു ഗോ ത്രൂ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അവര് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ടേംസും കണ്ടീഷൻസ് ഒക്കെ വ്യക്തമായിട്ട് വായിക്കാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ അവരോട് വ്യക്തമായും കൃത്യമായും ഓരോ പോയിന്റ്സിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച് നിങ്ങൾക്കുള്ള ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ പോലും അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അത്തരം ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാം. ഓക്കെ, അല്ലാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുമായിട്ട് തർക്കിക്കാനൊന്നും നടന്നത് കാര്യമില്ല. കാരണം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതാണ്. അപ്പൊ അവരതനുസരിച്ച് ഫോളോ ചെയ്യുള്ളൂ. ഒരാളോടും ഒരു ക്ലയന്റിനോടും അവർക്ക് ഒരു പ്രത്യേകതയോ പാർഷ്യാലിറ്റിയോട് കാണിക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ്സ്. ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അവര് ക്ലയൻസിന് നിവർത്തിച്ചു കൊടുക്കുക. സോ നമ്മളുടെ ഡ്യൂട്ടിയാണ് എന്ത്, നമ്മൾ ഇത് കൃത്യമായി വായിച്ചു നോക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പെൻസസ് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ വരുന്ന ചെലവുകൾ, പ്രത്യേകിച്ച് റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസുകൾ, ICU ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, പിന്നെ സർജറീസ്, പിന്നെ സർജിക്കൽ എക്യുപ്മെന്റുകൾ, ടൂൾസ്, പിന്നെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ചെലവുകൾ കവർ ചെയ്ത് തരുന്നതാണ് ഇൻഷുറൻസ് കമ്പനി.
പിന്നെ പഠിച്ചത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആണ്. എന്ന് വെച്ചാൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നുണ്ടാകുന്ന കുറെ കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസുകളാണ്. അതിനകത്ത് ഡോക്ടർ കൺസൾട്ടേഷൻ, പിന്നെ അവരുടെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ ടെസ്റ്റുകളോ മെഡിസിൻസോ സർജറീസോ അഡ്മിഷൻ ആയിട്ടില്ല, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ബിഫോർ ദാറ്റ് വെൻ ദേ ആർ റീച്ച്ഡ് ഇൻ ദ കാഷ്വാലിറ്റി, എമർജൻസിയിൽ കാഷ്വാലിറ്റിയിൽ എത്തിച്ചേരുമ്പോൾ നടത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് കൊടുക്കാം, വല്ല സർജറി നടത്താം, വല്ല പ്രൊസീജിയേഴ്സ് നടത്താം. ഓക്കെ, അപ്പൊ അവര് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് എക്സ്പെൻസ് ഉണ്ട്, അതിന് ചെലവുണ്ട്. അതിന്റെ എമൗണ്ട് അവിടെ അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കും. സോ ഇതിന്റെ എല്ലാം എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഏതൊക്കെയാണെന്ന് അവിടെ എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ ഡിസ്ചാർജ്, ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നതിന് മുമ്പ്, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ചെലവുകൾ. നമ്മൾ വിചാരിക്കും എന്താണ് ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം, ആ പോകുന്ന സമയത്തും ലാസ്റ്റ് പോകുന്നതിന് മുമ്പും ചിലപ്പോൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യും, അതിനും പൈസ കൊടുക്കണം. ഓക്കെ, പിന്നെ പോകുന്നതിന് മുമ്പ് ഇന്ന ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തിട്ട് പോകണം, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് വാങ്ങിച്ചിട്ട് പോകണം, പിന്നെ എന്തെങ്കിലും തെറാപ്പീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള പിന്നെ മരുന്നുകൾ, ഡ്രഗ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചെലവുകൾ. അതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ. പിന്നെ ആംബുലൻസ് ചാർജസ് നമ്മൾ പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചാർജസും ചില ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡേ കെയർ ട്രീറ്റ്മെന്റ് ഒരു ദിവസത്തിൽ താഴെ, അതായത് കംപ്ലീറ്റ്ലി ഒരു ദിവസം, അതായത് 24 hours ലെസ് ആണെങ്കിൽ പോലും അഡ്മിറ്റഡ് ആകുന്ന പേഷ്യൻസിനാണ് ഇൻഷുറൻസ് കിട്ടുക. അത് നമ്മൾ ആലോചിക്കണം, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. പക്ഷെ ചില ഇൻഷുറൻസ് കമ്പനി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിലും എന്തുണ്ട്, ആ ഒരു 24 hours കുറച്ച് ദിവസമെങ്കിൽ പോലും ആ ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ദിവസം എന്തൊക്കെ ഒരു രോഗിയെ കൊണ്ടുപോയി കിടത്തി, ഇപ്പൊ നേരത്തെ നമ്മളോട് എക്സാമ്പിൾ നിങ്ങളിൽ നിന്ന് തന്നെ ഒരാൾ പറഞ്ഞു, ഈ എന്താ പറയാ മറ്റേ ഡയാലിസിസ് മറ്റൊക്കെ ചെയ്യുന്ന അത്തരം ട്രീറ്റ്മെന്റുകൾ. അപ്പൊ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആ ദിവസത്തെ എത്രയാണോ അത് മീറ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് പദ്ധതിയിലുണ്ട്. പിന്നെ ഡേ ടു ഡേ ക്യാഷ്, അതും നമ്മൾ പറഞ്ഞതാണ്. എന്തായിരുന്നു ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ ചില ഇൻഷുറൻസ് പദ്ധതികൾ ഇങ്ങനെയാ കൊടുക്കുക, ഒരു ആളെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര നമ്പർ ഓഫ് ഡേയ്സ് അയാൾ അവിടെ കിടക്കുന്നു, ഈച്ച് ആൻഡ് എവറി ഡേ അതിന്റെ എൻഡ് ഓഫ് ദ ഡേ ആ ഒരു ദിവസത്തെ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനി പേസ് ദാറ്റ് എമൗണ്ട് ഇൻ ലംസം, അല്ലെ? ലംസം മീൻസ് ഇൻ ടോട്ടൽ, അത് മൊത്തത്തിൽ ഒരുമിച്ച് ആ പൈസ അവർക്ക് ഓരോ ദിവസവും പേ ചെയ്യും. ഓരോ ദിവസം എത്രയാണോ അത് ഫുൾ ആയിട്ട്. ഇപ്പൊ ഒരു ദിവസം 5000 രൂപയായി, മരുന്നും എല്ലാം കൂടി കൂട്ടി അപ്പൊ 5000 കൊടുക്കുന്നു. നെക്സ്റ്റ് ഡേ 12000 രൂപയായി, അപ്പൊ ആ ദിവസത്തെ അന്ന് കൊടുക്കുന്നു. ഇതിങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ നിർത്താതെ ഡേ ടു ഡേ ക്യാഷ് ഓരോ ദിവസമായിട്ട് പേ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇൻകം ബെനിഫിറ്റ്, ലാസ്റ്റ് നമ്മൾ എക്സ്പെൻസ് കവർ ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ഇൻകം ബെനിഫിറ്റ്. ദാറ്റ് മീൻസ് ഇൻ അവർ ആബ്സെൻസ് our income will be lost to our family. നമ്മൾ ഉൾപ്പെടുന്ന ഫാമിലിയിലെ ഒരു വരുമാന നഷ്ടം, നമ്മൾക്കുണ്ടാകുന്ന എന്തെങ്കിലും രോഗങ്ങളോ അപകടങ്ങളോ കൊണ്ട് നമ്മളൊരു വരുമാന മാർഗം നേടുന്ന ഒരു വ്യക്തിയായിരുന്നു വീട്ടില്. അപ്പൊ നമ്മളുടെ വരുമാനം അവിടെ ഇല്ലാതാകുന്നു. അപ്പൊ ആ ഒരു ഇൻകം ബെനിഫിറ്റിനെ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു, നഷ്ടമാകുന്നു. അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനി ഫാമിലിക്ക് ഒരു ലംസം എമൗണ്ട് ചിലപ്പോഴൊക്കെ, മരിക്കേണ്ട ആവശ്യമില്ല, മരിച്ചിട്ടല്ല ഉദ്ദേശിക്കുന്നത്, മരിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അവര് അഷ്യൂർ ചെയ്തിരിക്കുന്ന ഫുൾ എമൗണ്ട് പ്ലസ് നമ്മൾ അടയ്ക്കുന്ന പൈസ അതെല്ലാം കൂടി കൊടുക്കും. അതല്ല, അവിടെ മരിച്ചിട്ടൊന്നുമില്ല, ആൾക്ക് വയ്യായികകൾ കൊണ്ട് കുറച്ച് ദിവസം അഡ്മിറ്റഡ് ആണ്, ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ആ ആൾ ജോലിക്ക് പോയെങ്കിൽ ആൾ എടുക്കാൻ സ്ഥാനങ്ങൾ നമ്മൾ പറയില്ലേ, ആളുടെ വരുമാനം കട്ടാകുന്നു എന്ന് വെച്ചാൽ ജോലിക്ക് പോയാലേ കാശ് കിട്ടുള്ളൂ. ആ അത്രയും ദിവസം തന്നെ ശമ്പളം വാങ്ങിക്കുന്ന ആളായിക്കോട്ടെ, എന്നാലും ഉണ്ടാവും അവർക്ക് പെർ ഡേ എത്രയാണല്ലോ. ഇപ്പൊ 50,000 രൂപ സാലറി വാങ്ങിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം, അതിനെ നമ്മൾ 30 കൊണ്ടോ 31 ഡിവൈഡ് ചെയ്ത പെർ ഡേ ആളുടെ വരുമാനം എത്രയാണെന്ന് കിട്ടും. ഇപ്പൊ 1, 2, 3 ദിവസമൊക്കെ അയാൾ ലീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസത്തെ സാലറീസ് കട്ട് ചെയ്യും. അങ്ങനെയല്ലേ ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ സാധാരണ ഓർഗനൈസേഷൻസിൽ നടക്കുക, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ അത്രയും ദിവസത്തെ സാലറിന്ന് അവര് കട്ട് ചെയ്യുമ്പോൾ എന്താണ്, ആ വരുമാന മാർഗം കുറഞ്ഞു, അത്രയും എമൗണ്ട് നമുക്ക് കുറഞ്ഞു. അപ്പൊ അങ്ങനെ സച്ച് ലോസ്, അത്തരം നഷ്ടങ്ങളെ നികത്തുന്നതിന് ഒരു പരിധി വരെ, രോഗം കിട്ടുന്നതല്ല, ഒരു പരിധി വരെ ഒരു ചെറിയ എമൗണ്ട് അത് ലംസമായിട്ട് ഒറ്റ തുകയായിട്ട് ആ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു കവറേജും കൂടി ഇൻഷുറൻസ് പദ്ധതി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയിരുന്നല്ലോ ഇന്നലെ പറഞ്ഞത് മുഴുവനും? യെസ്, നൗ മൂവ് ടു ദ നെക്സ്റ്റ്, അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. IRDAI mentions some diseases which are not covered under health insurance. ഈ IRDAI എന്ന് പറയുന്ന expanded from Insurance Regulatory and Development Authority of India. ഏതാണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI mentions some diseases which are not
കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരാത്ത ചെലവുകളിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകൾ അല്ലാതെ വരുന്ന ചില രോഗങ്ങളെ കുറിച്ചിട്ടോ ചില മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടോ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒന്നിനും എന്ത് കിട്ടില്ല, അത് തന്നെ ഇൻഷുറൻസ് കിട്ടില്ല, ഇൻഷുറൻസിന്റെ എമൗണ്ട് കിട്ടില്ല ഈ താഴെ പറയാൻ പോകുന്ന ചെലവുകൾക്ക്. സോ ലെറ്റ്സ് സീ ചാർട്ട് എന്താന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കോസ്മെറ്റിക് സർജറി. എന്താണ് കോസ്മെറ്റിക് സർജറി? നമ്മള് പ്ലാസ്റ്റിക് സർജറി പഠിച്ചിരുന്നു അല്ലെ? പ്ലാസ്റ്റിക് സർജറി പഠിച്ചോ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് സർജറി രണ്ട് രീതിയിലുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു പ്ലാസ്റ്റിക് സർജറിയിൽ വന്നിരിക്കുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ? ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, ഒന്ന് കോസ്മെറ്റിക് സർജറി. എന്തായിരുന്നു റീകൺസ്ട്രക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയാ ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ആക്സിഡന്റിലോ ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഭാഗത്ത് പ്രത്യക്ഷ കാണുന്ന ഭാഗത്തിന്റെ എന്തെങ്കിലും അപാകതകൾ, അതായത് ആ അപകടത്തിന്റെ അപ്രത്യാഘാതം കൊണ്ട് മുഖത്തോ അല്ലെങ്കിൽ മറ്റു കാലിലോ കൈക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് റീകൺസ്ട്രക്ട് ചെയ്യുക, അതിനെ പുനഃസ്ഥാപിക്കുക, പഴയപടിയാക്കുക. അതാണ് റീകൺസ്ട്രക്റ്റീവ്. പക്ഷെ നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ടോ ജന്മനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡന്റ് മൂലമോ ഒക്കെ ഉണ്ടാകുന്ന ചില അപാകതകളെ വൈകല്യങ്ങളെ തിരുത്തി അത് കറക്റ്റ് ആക്കുന്ന രീതി. ഇപ്പൊ വലിയ പൊക്കത്തിൽ നിന്നൊക്കെ ആളുകൾ വീണിട്ടൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മുഖത്തൊക്കെ അടിച്ച് താഴേക്ക് വീണ് കഴിയുമ്പോ ഈ എന്താ പറയാ കവളിന്റെ അവിടെ തെല്ല് കവളിന്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ മൊത്തം ഇളകി അല്ലെങ്കിൽ ഭയങ്കര വലിയ ഇഞ്ചുറി ഒക്കെ വരുമ്പോ അങ്ങനെയുള്ളവർക്കൊക്കെ അവർക്ക് പിന്നെ പഴയപക്ഷെ ആകാനായിട്ട് ഇത്തരം കാര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ അതൊരു വലിയ മാർക്കായിട്ട് അങ്ങനെ കിടക്കും അല്ലെ? അത് ഇന്നത്തെ അതിനുള്ള ചികിത്സാ രീതികളുണ്ട്. അത് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയിൽ വരുന്നതാണ്. കോസ്മെറ്റിക് സർജറി എന്താണ്? നമ്മുടെ ശരീര സൗന്ദര്യത്തെ ഒന്നുകൂടി എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്രൂവ് ചെയ്യുക. നമ്മുടെ സൗന്ദര്യ വർധനവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്താണ് ചികിത്സയാണ്. അതൊരു അത്തരം സർജറിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടില്ല അതിനൊന്നും ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് അതെന്താ നമ്മുടെ ഉള്ളതിനെ നമ്മൾ എന്താ പറയാ വീണ്ടും നമ്മൾ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതൊരു അധിക ചെലവ് തന്നെയല്ലേ അല്ലെ? ഒത്തിരി സാധാരണക്കാരല്ല അല്ലാത്തവര് സെലിബ്രിറ്റീസ് ഫിലിം സ്റ്റാർസ് ഒക്കെ ഒത്തിരി കോസ്മെറ്റിക് സർജറീസ് അവര് ചെയ്യുന്നുണ്ട് അല്ലെ? അവരുടെ സൗന്ദര്യം അവർക്ക് നിലനിർത്തണം. ബിക്കോസ് അവരുടെ പ്രൊഫഷനെ ബാധിക്കുന്ന കാര്യമാണ് അവരുടെ സൗന്ദര്യം അല്ലെ? അതുകൊണ്ട് അവരത് എന്ത് ചെയ്യാ, അത് ഇങ്ങനെ എന്താ പറയാ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുന്നതിന് ചിലപ്പോ കണ്ണിന്റെയോ മൂക്കിന്റെയോ കവളിന്റെയോ വയറിന്റെയോ ഒക്കെ ഭാഗങ്ങളൊക്കെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ എന്താ പറയാ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശരിക്കും കുറച്ചുകൂടി വ്യത്യാസമൊക്കെ വരും. സോ അവർക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ഇതൊക്കെ ആകൃതിയും മറ്റുമൊക്കെ ഫിസിക് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ അങ്ങനത്തെ പ്രൊഫഷൻസിൽ കൂടുതൽ കാലമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവരൊക്കെ എന്താ പറയാ മാറ്റി എന്ന് വെച്ചാൽ കൂടുതൽ യങ് ആയിട്ടുള്ള ആളുകളെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ കോസ്മെറ്റിക് സർജറീസ് ഒന്നും കവറേജ് കിട്ടുന്ന ഒരു എക്സ്പെൻസ് അല്ല. ക്ലിയർ ആയല്ലോ? അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് വൺ, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്രിമ ഗർഭധാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ എന്താ പറയാ കുട്ടികളെ ഉണ്ടാക്കുന്ന രീതിയാണല്ലോ. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ അത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, കവറേജ് കൊടുക്കുന്നില്ല. IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അതായത് കുട്ടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തും ചില ആൾക്കാർ കുറെ വർഷങ്ങളായിട്ട് ഇല്ലാതിരിക്കുന്നൊക്കെ. അപ്പൊ അതിനൊക്കെ ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുത്ത് എന്താ പറയാ കൃത്രിമമായിട്ട് ഗർഭധാരണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. അപ്പൊ അതിന്റെ ചെലവുകളോ അല്ലെങ്കിൽ കൃത്രിമ ഗർഭധാരണത്തിന് വേണ്ടിയുള്ളതോ ഒന്നും എന്തില്ല നമ്മുടെ കവറേജിന്റെ കീഴിൽ പെടുത്തുന്നില്ല. ദെൻ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. പ്രഗ്നൻസി ഹെൽത്ത് ഇൻഷുറൻസിൽ ചിലപ്പോഴൊക്കെ ചിലര് കൊടുക്കുന്നുണ്ട്. അത്രയ്ക്കും എന്താ പറയാ ദാരിദ്ര്യമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ചില ഇൻഷുറൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, എല്ലാവരും കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ചില ഇൻഷുറൻസിനകത്തൊക്കെ വേരിയേഷൻസ് ഉണ്ട്, അത് മാറ്റം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങളിൽ. അപ്പൊ പ്രഗ്നൻസിയും അബോർഷനും അല്ലാതെ നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊന്നും എന്തില്ല നമ്മുടെ ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ചില മിസ്ലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് അതിന്റെ താഴെയുള്ളത്. അതർ ചാർജസ് എന്നാണ് ഇതിന്റെ അർത്ഥം, മറ്റ് ചെലവുകള്. അതിന്റെ ആ മിസ്ലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് ചൂണ്ടി കൊടുത്തത്. ആരൊന്നും അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്ക്. അത് അടുത്ത പോയിന്റ് അല്ല, ആ മിസ്ലേനിയസ് ചാർജസിനെ കൂടി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. പറയുന്നത് മനസ്സിലായോ? മിസ്ലേനിയസ് ചാർജസ് എന്ന് പറഞ്ഞാൽ മറ്റു ചെലവുകളാണ്. ആ മറ്റു ചെലവുകളിൽ എന്തൊക്കെ വരുന്നുണ്ട്?
ഇപ്പൊ നമ്മള് ഡോക്ടറെ കാണാൻ വേണ്ടി വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് ചില ആൾക്കാർ രജിസ്റ്റർ ചെയ്യും അല്ലെ, ഇത്ര അല്ലെ ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ. ചില ഡോക്ടേഴ്സൊക്കെ കാണണമെങ്കിൽ ഭയങ്കര രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്, പിന്നെ അഡ്മിഷൻ ഫീസ്, പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള സർവീസ് ചാർജസ് ഒക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഇത്തരം ചാർജുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് പെടുത്തില്ല. അപ്പൊ ഏതൊക്കെയാ? രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ്. അതാണ് ഈ മറ്റു ചാർജുകൾ എന്ന് പറഞ്ഞേക്കുന്നത്. മിസ്സലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് അടുത്തത് വരിയിൽ അതർ ചാർജസ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന സെന്റൻസുകൾ. അപ്പൊ IRDAI പ്രകാരം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരാത്ത ഡിസീസസ് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് കുറച്ചെണ്ണം തരും, ചിലപ്പോൾ അതിൽ പെടുന്നതും വരും, പെടാത്തതൊക്കെ വരും. അപ്പൊ നമ്മളത് നോക്കി മനസ്സിലാക്കണം. പോയിന്റുകൾ നോക്കിയാൽ മതി, എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ഹെൽത്ത് സപ്ലിമെന്റുകൾ. ഹെൽത്ത് സപ്ലിമെന്റുകളും ഇതിൽ ഇൻഷുറൻസ് കവറേജിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെയും എക്സ്പ്ലനേഷൻ തന്നെയാണ് തൊട്ട് താഴെയുള്ള മാർക്കറ്റ്. ഇനി ഇന്ത്യയില് പലതരത്തിലുള്ള സപ്ലിമെന്റുകൾ, അതായത് ഇന്ന് ആളുകൾ ശരീരം പുഷ്ടിപ്പെടുത്താനും ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനും അല്ലെ വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇന്ന് പലതരത്തിലുള്ള സപ്ലിമെന്റുകൾ, അതായത് മരുന്നുകളും മറ്റൊക്കെ ആയിട്ട് ആളുകൾ കഴിക്കുന്നുണ്ട്. ഷേക്ക്, അതിന്റെ പ്രോട്ടീൻ ഷേക്ക് കഴിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഞാനൊക്കെ കഴിക്കേണ്ടത് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ഇല്ലെങ്കിൽ ഭയങ്കര കാശാണ് അല്ലെ. പ്രോട്ടീൻ ഷേക്ക് കഴിക്കുന്നതിന് ഇത്ര ദിവസത്തേക്ക് ഒരു എമൗണ്ട് ആണ് അല്ലെ, 10 ദിവസത്തേക്ക് 10 രൂപ 4000 രൂപയൊക്കെ കൊടുക്കുമെന്ന് പറയും അല്ലെ. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ പോകുമ്പോൾ ഇതിന് നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുമെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമല്ല. ഇന്ത്യയിൽ അത് ഒഴിവാക്കിയിരിക്കുന്നു, ഇൻഷുറൻസ് കൊടുക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ വാങ്ങിച്ചു കഴിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ എത്രത്തോളം എന്താ പറയാ പോസിറ്റീവ് ഇഫക്റ്റും അതുപോലെ തന്നെ എത്രത്തോളം നെഗറ്റീവ് ഇഫക്റ്റും ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞോ അറിയാതെയാണോ അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നതെന്ന് അറിയില്ല. ഓക്കെ, എനിവേ ഇത് ഇന്ത്യയിൽ ഇതിനൊന്നും ഇൻഷുറൻസ് കവറേജ് ഇല്ല. സപ്ലിമെന്റ് എക്സ്പെൻസുകളും പ്രോട്ടീൻ ഷേക്സ് പോലെയുള്ള എക്സ്പെൻസുകളും ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇത് ഒഴിവാക്കിയിരിക്കുകയാണ്. മറ്റു നാടുകളുടെ കാര്യം നമുക്കറിയില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്? അടുത്തത് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്. പ്രീ existing, that means before taking any insurance. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില രോഗങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇന്ന രോഗം എനിക്കുണ്ട്, അങ്ങനെ നിലവിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾക്ക് എടുക്കുന്ന സമയത്തല്ല, അതിന് മുന്നേ തന്നെ നമുക്ക് ആ രോഗം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നിലവിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾക്കും എന്ത് ചെയ്യുന്നില്ല, ഇൻഷുറൻസ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അതിനു വേണ്ടിയിട്ട് പക്ഷെ ചില ഇൻഷുറൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനോട് കവർ ബ്ലഡ് പ്രഷർ, അതായത് ഹൈ BP ഒക്കെ ഉള്ളവർക്ക്, അതുപോലെ ഡയബറ്റീസ് ആയവർക്ക് അത് ചിലവർ കൊടുക്കുന്നുണ്ട്, ചിലർ കൊടുക്കുന്നില്ല. BP അതുപോലെ ഹൈ BP അതുപോലെ തന്നെ നമ്മളുടെ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ചില ഇൻഷുറൻസുകാർ അവരുടെ കവറേജിൽ പെടുത്തിയിട്ടുണ്ട്, ചിലവർ പെടുത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇനി ചില ആളുകൾക്ക് ഇനി ഒരു ചെറിയൊരു എന്താ പറയാ കൺവീനിയന്റ് ആയിട്ട് മറ്റൊരു സൗകര്യം ഒരു ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഷുറർ സം ഡ്യൂറേഷൻ, ഒരു ചെറിയ കാലാവധി കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഇത്ര സമയത്തിനുള്ളിൽ ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് സച്ച് ഡിസീസസ്, ഇന്ന രോഗങ്ങൾ അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അതായത് ഇൻഷുറൻസ് പദ്ധതിയിൽ ചെയ്യുന്ന സമയത്ത് ആ ആൾക്ക് ഇന്ന ഏതെങ്കിലും ഒരു രോഗമുണ്ടോ, ഇവർ ഒഴിവാക്കിയേക്കുന്ന രോഗങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പീരീഡ്, ഒരു ഡ്യൂറേഷൻ കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയും. വെയിറ്റിംഗ് പീരീഡ്. ഇപ്പൊ ഞാനിപ്പോ ഈ സമയത്ത് ഞാനൊരു ഇൻഷുറൻസിൽ ചേരാണ്, ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമെന്ന് വിചാരിക്കാം. ആ സമയത്ത് ഇപ്പൊ ഞാൻ എന്റെ പുറമേ നോക്കുമ്പോഴേക്കും നോ ഡിസീസസ്, എനിക്ക് വേറെ രോഗമൊന്നുമില്ല, എന്തെങ്കിലും കാര്യത്തിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അവരൊന്ന് ചോദിക്കും നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ ചെല്ലുമ്പോ. അപ്പൊ അതൊന്നും ഇല്ല എങ്കിൽ, നിലവിലൊന്നുമില്ല, അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇതെടുക്കുന്ന സമയത്തും ചിലപ്പോൾ എനിക്ക് രോഗം എന്തെങ്കിലും ഉണ്ടാകാം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ചില രോഗങ്ങളെ നമ്മളിങ്ങനെ നമ്മളുടെ റെസിസ്റ്റിംഗ് പവറൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ നിർത്തും. ഒരു പെട്ടെന്ന് ചിലപ്പോൾ ഏതെങ്കിലും സമയത്തായിരിക്കും ഇതെല്ലാം നശിച്ച് നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് രോഗി ആണെന്നുള്ള തിരിച്ചറിവ് വരിക. എന്തെങ്കിലും ടെസ്റ്റിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് വല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഇന്ന രോഗം ഉണ്ടെന്ന് ചിലപ്പോൾ അറിയും. ചിലവർക്ക് വേദനകളോ മറ്റു എന്തെങ്കിലും അസ്വസ്ഥതകളോ ആയിട്ട് അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ രോഗം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അതല്ലായെങ്കിലും ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം ക്യാൻസർ പെട്ടെന്നൊന്നും അറിയില്ല അല്ലെ, അറിയോ? പെട്ടെന്ന് അറിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ,
ഒത്തിരി ആളുകളുണ്ട് അറിയാതെ ഈ സാധനം വന്ന് ഇതായിരുന്നു എന്ന് തന്നെ കുറെ കഴിയുമ്പോഴാണ് ചിലപ്പോൾ അതിന്റെ ഫിഫ്ത്തും സിക്സ്തും സ്റ്റേജ് എത്തുമ്പോഴാണ് ചിലർക്ക് മനസ്സിലാകുക. ഇടയ്ക്കിടയ്ക്കുള്ള ചെറുവായിരുന്നത് നമുക്ക് ചിലപ്പോൾ കമന്റ് ചെയ്യില്ല. നമ്മൾ അറിയാവുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന എന്നാലും നമുക്ക് കുറെ ഭാഗം എടുത്ത് തരണം, അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻ കില്ലർ കഴിക്കും, കുറച്ചൊക്കെ ഡോക്ടറെ കാണും, ഡോക്ടർ നോക്കി കുഴപ്പമൊന്നുമില്ലാതെ അത് ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചില മരുന്നുകൾ ഉണ്ടാക്കി നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ ഏതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമായിരുന്നിരിക്കാം, നമ്മളത് മൈൻഡ് ചെയ്യാതില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, കുറെ കഴിയുമ്പോഴാണ് അത് ഇന്നതിന്റെയൊക്കെ ഒരു രോഗലക്ഷണമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു രോഗം ഉണ്ടോ എന്ന് അറിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പറയും, ഒരു കാര്യം ചെയ്യും, ഒരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്ട് പോലെ ഒരു ഡ്യൂറേഷൻ നമുക്ക് തരും. ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ആ ഒരു പർട്ടിക്കുലർ രോഗം ഉണ്ടോ ഇല്ലേ എന്ന് അതിന് ആ സമയത്താണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. അതിനിടയ്ക്ക് വന്നാലും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇൻഷുറൻസ് കവറേജ് തന്നെ. അത് ഇൻഷുറൻസ് അവരുടെ ഇഷ്ടത്തിന് ആ ഒരു ഡ്യൂറേഷൻ അവർക്ക് ഫിക്സ് ചെയ്യാം. ഏകദേശം ഒരു 12 to 48 months ആണ് ഇതിനകത്തൊരു ഡ്യൂറേഷൻ പറയുന്നത്. 12 മുതൽ 48 മാസങ്ങൾ വരെ ആ ഒരു ഡ്യൂറേഷൻ കൊടുക്കുന്നത്. ചില രോഗങ്ങൾക്ക് 12 മാസമൊക്കെ ആയിരിക്കും. ആ ഒരു പീരീഡിനുള്ളിൽ നമുക്ക് ആ രോഗം വന്നില്ലെങ്കിൽ ഓക്കെ, പിന്നീടാണ് വരുന്നത്. ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടാണ് രോഗം വരുന്നെങ്കിൽ നമുക്ക് കവറേജ് കിട്ടും. ഇല്ല, അവർ പറയുന്ന കാലാവധിക്കുള്ളിൽ ആ രോഗം വന്നാൽ നമുക്ക് കവറേജ് കിട്ടില്ല. ആ ഒരു പീരീഡിനെ പറയുന്ന പേരാണ് വെയിറ്റിംഗ് പീരീഡ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് എനിക്കറിയണം. കാരണം ഇത് പറഞ്ഞ അങ്ങോട്ടേക്ക് പഠിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കി എടുത്തോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ക്ലിയർ ആയോ? ഏതുമ്പോഴാ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്ന് മനസ്സിലായോ? എനിവൺ ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. എനിക്കത് അങ്ങനെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എത്രത്തോളം ക്യാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കറിയുന്നത്. കാരണം അതിങ്ങനെ ഒരു പീരീഡാണ്. അതിനാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. എനിക്ക് എന്തെങ്കിലും രോഗം ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയാതെ ഞാനൊരു ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കാളിയാകുന്നു. പക്ഷെ ആ സമയത്ത് ചിലപ്പോ ഇത്രയും എന്താ പറയാ, നമുക്കിപ്പോ ഓരോ ഏജ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏജില് ഇടയ്ക്കൊക്കെ നമുക്ക് പല രോഗങ്ങളും ഇങ്ങനെ പൊങ്ങി വരാം. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ഒരു പീരീഡ് തരും, ഒരു വർഷം, ഒരു 12 മാസം ആണോ. അപ്പൊ ടീച്ചർക്ക് ഈ ഒരു ബിറ്റ്വീനില് ഇന്ന രോഗം, അവർ മെൻഷൻ ചെയ്ത രോഗങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ ലിസ്റ്റില്. ആ രോഗം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ബിറ്റ്വീനിൽ ആ വന്നിരിക്കുന്ന സമയത്ത് ആ രോഗം ഉണ്ടായി നമ്മൾ അതിന് കവറേജ് തരില്ല. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു രോഗം എന്തെങ്കിലും വരുന്നതായിട്ട് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കവറേജ് കിട്ടും. ആ ഒരു പീരീഡ് വിളിക്കുന്ന പേരാണ് വെയിറ്റിംഗ് പീരീഡ്. ഇറ്റ് മേ ബി ഫ്രം 12 to 48 months. 12 മുതൽ 48 മാസം വരെ കാലാവധികൾ അതിന് ചില രോഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡ് അത് ചില രോഗങ്ങൾ നീണ്ട കാലാവധിയിൽ നിലനിൽക്കുന്ന രോഗങ്ങളുണ്ടാവും, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ ഡ്യൂറേഷൻ കിട്ടും അവര്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്ന് വിളിക്കുക. അപ്പൊ എന്താ പറയാ, ആ ഒരു സെന്റൻസിലെ വെയിറ്റിംഗ് പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഷുറർ ആൻഡ് ക്യാൻ ബി ബിറ്റ്വീൻ 12 to 48 months എന്നുള്ളത് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഏതൊക്കെയാണ് IRDAI പ്രകാരം ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടാത്ത രോഗങ്ങൾ? അത് എന്തായാലും പഠിക്കണം. ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ആ വെയിറ്റിംഗ് പീരീഡിന്റെ സെന്റൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് ആൻഡ് ലാസ്റ്റ് നിലവിലുള്ള രോഗങ്ങൾക്ക് അതായത് ചിലപ്പോൾ ചില രോഗം ഉണ്ടെങ്കിൽ ആ ഒരു പീരീഡിനകത്ത് നമുക്ക് വന്നില്ല എങ്കിൽ നമുക്ക് കവറേജ് കിട്ടും. പിന്നെ പീരീഡ് കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ അത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന രോഗങ്ങളുണ്ട് എടുത്തു പറയുന്നു. അടുത്തത് ലാസ്റ്റ് വൺ. ഇനി IRDAI കവറേജ് കൊടുക്കാത്ത മറ്റൊരു അസുഖമാണ് നമുക്കറിയില്ല. ഇതാണ് സെൽഫ് ഹാം എന്ന് പറയുന്നത്. എന്താ സെൽഫ് ഹാം? നമ്മളുടെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ വരുത്തുന്ന ഹാം. അതായത് ചിലപ്പോ മരിക്കാൻ വേണ്ടി ചില ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമല്ലോ, ചിലപ്പോ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് പോലും. എന്നിട്ട് ആ രക്ഷപ്പെട്ട് പോകുന്നത് എന്ത് ചെയ്യും, വലിയ ഭയങ്കര എന്താ പറയാ, ചിലപ്പോൾ ചില റൊമാൻസ് സ്റ്റേജിലോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നടക്കും. എന്നിട്ട് അതിന് കവറേജ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സെൽഫ് ഹാം, നമ്മുടെ ബോഡിക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഹാംഫുൾ ആയിട്ടുള്ള കാര്യം കൊണ്ട് വിരങ്ങ് മുറിക്കുക, തൂങ്ങുക, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുക, ഭയങ്കര സീരിയസ് ആയിട്ട് അതിൽ നിന്ന് ഒരു കണക്കിന് ജീവൻ രക്ഷിച്ച് കൊണ്ടുപോയി ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. എന്നിട്ട് അത് എന്തായാലും ക്ലെയിം ഉണ്ടല്ലോ, പോയി ക്ലെയിം ചോദിക്കാന്ന് പറഞ്ഞാൽ കിട്ടില്ല. ബിക്കോസ് അത് കവേർഡ് അല്ല ഇത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇതിനകത്ത്. അപ്പൊ നമ്മൾ നമ്മുടെ തന്നെ ശരീരത്തെ എന്താ പറയാ ഹാം ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതല്ല. അപ്പൊ ഇതൊക്കെയാണ് IRDAI
അതിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാ? കോസ്മെറ്റിക് സർജറി, IVF and fertility treatment, pregnancy and abortion, miscellaneous charges, the health supplements, pre-existing health conditions and self-harm. Clear ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസീസസ്. അപ്പൊ നമ്മൾ നേരത്തെ വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞല്ലോ. ഇനി വെയിറ്റിംഗ് പീരീഡിലും കവറേജ് കിട്ടാത്ത ചില ഡിസീസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡിസീസസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡിൽ കവറേജ് ഇല്ലാത്ത ചില രോഗങ്ങളുടെ പേരുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഒരുപാട് ഇൻഷുറൻസ് പ്ലാനിനകത്ത് ഒരുപാട് ഡിസീസസിന് അവര് കവറേജ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ചില ഡിസീസസിന് വിച്ച് ഇസ് നോട്ട് കവേർഡ് ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നില്ല, ഈ ഡിസീസസ് ഒന്നും കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചില ഡിസീസസ് കവറേജ് കിട്ടില്ല, വെയിറ്റിംഗ് പീരീഡിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടാത്ത കുറച്ച് രോഗങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസർ, ഗ്യാസ്ട്രോ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അൾസറുകൾ പോലുള്ള രോഗങ്ങൾ. ഓക്കെ, അതിലൊന്നും കവറേജ് ചെയ്തില്ല. എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. എന്താ ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അബ്നോർമൽ ഓപ്പണിംഗ് ആണ്. ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, അതെ, എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ സർജറി മൂലമുണ്ടാകുന്ന ചില കാര്യങ്ങള്, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില ഒരു ഇതാണ്, ഒരു എൻലാർജ്മെന്റ് ആണ്. അങ്ങനെയുള്ള ഫിസ്റ്റുല എനി ഫോം ആണെങ്കിലും അതിന് കിട്ടില്ല. പിന്നെ ബെനൈൻ പ്രോസ്റ്ററ്റിക് ഹൈപ്പർട്രോഫി. പ്രോസ്റ്റാറ്റിക് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതാത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്തായിരുന്നു? നമ്മുടെ എന്താ പറയാ യൂറോളജിയില് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അവരുടെ അതായത് പുരുഷ എന്താ പറയാ പ്രത്യുൽപാദന അവയവങ്ങളിലെ ഒരു ഓർഗനാണ് കേട്ടോ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻലാർജ് ചെയ്ത് വരും, ഇങ്ങനെ എന്താ പറയാ വീർത്ത് വരും. അത് വീർത്ത് വന്നാൽ നമ്മുടെ യുറേത്രയുടെയും അതുപോലെ ബ്ലാഡറിന്റെ ഒക്കെ ഇടയിൽ വന്നിട്ട് അതിങ്ങനെ ജാമാകും. അങ്ങനെ ഉണ്ടാകുന്ന ചില രോഗങ്ങളാണ്. അതുകൊണ്ട് ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അതും ഈ വെയിറ്റിംഗ് പീരീഡിൽ കവറേജ് കിട്ടില്ല. ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ് പോലെ തന്നെയുള്ള രോഗം തന്നെയാണ് ഹെമറോയിഡ്സ്. അതിന്റെ ഒരു മറ്റൊരു മീനിങ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വേർഡാണ് പൈൽസ്. ഇതുപോലെ ഡിസ്ഫങ്ഷണൽ യൂട്ടറിൻ ബ്ലീഡിംഗ്, നമ്മുടെ യൂട്ടറസിന്റെ ബ്ലീഡിംഗ് ആണ്. അത് സ്ത്രീകൾക്ക് ഉണ്ടാകാവുന്ന ചില രോഗമാണ്. ഇങ്ങനെ ബ്ലീഡിങ് എല്ലാ മാസവും ഇറഗുലർ ആയിട്ടൊക്കെ അധിക ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ഒക്കെ. ഓക്കെ, പിന്നെ കാറ്ററാക്ട്സ്. എന്താ കാറ്ററാക്ട്സ്? കാറ്ററാക്ട്സ് നേട്ടമുണ്ടോ? അത് വെയിറ്റിംഗ് പീരീഡിൽ കണക്കാക്കപ്പെടുന്ന ഒരു ചെലവല്ല, എക്സ്പെൻസ് അല്ല. എന്താ? യെസ്, തിമിര. അത് തന്നെ. പിന്നെ ഹെർണിയൊക്കെ ഇന്നും ഒരുപാട് ആളുകൾക്കൊക്കെ വരുന്നുണ്ട് അല്ലെ. ഹെർണിയ അതും ഒരു എന്താ പറയാ ഒരു എന്താ പറയാ എൻലാർജ്മെന്റ് തന്നെയാണ്. അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ അഡിക്റ്റഡ് ആയി അതിനകത്ത് കൊണ്ടുപോയി ചികിത്സ ചെയ്യാൻ കൊണ്ടുപോകുന്നു. മദ്യം, അതുപോലെ തന്നെ മയക്കുമരുന്ന്, അതിനൊക്കെ ഒരുപാട് നാൾക്ക് ഉപയോഗിച്ച് അത് കിട്ടാതെ ആകുമ്പോൾ ചിലപ്പോൾ പ്രധാനപ്പെട്ട ചില പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ കാണിക്കും. അപ്പൊ അതുപോലെയൊക്കെ പിടിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകും. ഹ്യൂജ് എമൗണ്ട് ഒക്കെ ആ ട്രീറ്റ്മെന്റിനൊക്കെ ചെലവാകും. അതിന് ഇൻഷുറൻസ് തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, കാരണം അത് നമ്മള് ചോദിച്ചു വാങ്ങിച്ച അസുഖമാണ്. ഓക്കെ, അതുകൊണ്ട് ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ചിലതിന് കിട്ടും, ചിലതിന് കിട്ടില്ല. അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആക്സിഡന്റ്. എന്നിട്ട് ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറിയിൽ, അതായത് പല്ലൊക്കെ ഭയങ്കര വലിയ ആക്സിഡന്റ് നടക്കുമ്പോൾ ചിലപ്പോൾ വായിക്കൊക്കെ പല്ലൊക്കെ പൊക്കം പോയി അല്ലെ, വലിയ എന്തെങ്കിലും ഇഞ്ചുറി വായിക്കുക, ആ ആക്സിഡന്റ് കൊണ്ട് ഉണ്ടാകുന്ന അതിനൊക്കെ എന്ത് കിട്ടും? നമ്മുടെ ഇത് കിട്ടും, കവറേജ് കിട്ടും. പക്ഷെ അതല്ലാതെ നമ്മള് ഇന്ന് ഒത്തിരി ആളുകൾ നമ്മുടെ സ്മൈൽ കറക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നമ്മുടെ ഡെന്റലായിട്ട് നടത്തുന്നുണ്ട് അല്ലെ. ദന്ത രോഗ വിദഗ്ധരൊക്കെ കണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ തുറന്നു നോക്കിയാൽ, ഫോണൊക്കെ തുറന്നു നോക്കിയാൽ മിക്കവാറും ഇത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റുകൾ ഇന്ന് കൂടുതൽ ടെക്നോളജീസ് ഉപയോഗിച്ച് ആളുകൾ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടി ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊന്നും കിട്ടില്ല. ഒരു ആക്സിഡന്റിലൂടെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ പല്ലുകൾക്ക് ഉണ്ടാകുന്ന ക്ഷതങ്ങൾക്കാണ് ഇൻഷുറൻസ് കിട്ടുന്നുള്ളൂ. അതാണ് ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ്. അത് അല്ലാതെ ബാക്കിയുള്ളതിലൊന്നും കിട്ടില്ല. ജനറ്റിക് ഡിസീസസ്, കോൺജനിറ്റൽ കണ്ടീഷൻസ്, ജന്മനാ ഉണ്ടാകുന്ന ചില രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട്. അതായത് ഒരാളിൽ മറ്റൊരാളിലേക്ക് ചിലപ്പോൾ ജനറ്റിക് ആയിട്ട് പകരുന്നതോ അങ്ങനത്തെ രോഗങ്ങൾ. അപ്പൊ ഇത്തരം രോഗങ്ങളെല്ലാം വെയിറ്റിംഗ് പീരീഡില് കവറേജ് കിട്ടാത്തതാണ്.
അപ്പൊ ആ ഹെഡിങ് നോക്കി അത്രയും രോഗങ്ങൾ ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഇതുപോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് ഏതൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതൊന്ന് ടിക്ക് ചെയ്ത് വെക്കാം. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? യെസ്. സോ അടുത്തതിലേക്ക് പോകുകയാണെ. അടുത്തത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, ഇനി നമ്മള് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഷുറൻസ് പദ്ധതികള് പല രീതിയിലും നമ്മളിപ്പോ നേരത്തെ ഉള്ളതൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോഴും ഇന്ന് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇന്ന് പണ്ടത്തെ എഴുതി ചില കാര്യമൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. കാരണം ഇന്ന് ടൈപ്സ് ഓഫ് ഡിസീസസും ഇതുപോലെ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒരുപാട് രോഗങ്ങൾ പുതിയത് വരുന്നുണ്ട്. അപ്പൊ കുറെ അമെന്റ്മെന്റുകൾക്കെതിരെ ഇൻഷുറൻസിന്റെ പദ്ധതികൾ നടത്തും, കുറെ മാറ്റങ്ങൾ ഈ പറഞ്ഞ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. പല ഇൻഷുറൻസ് കമ്പനികാരും പുതിയ അമെന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അതൊക്കെ പതിവാണ്, അതൊക്കെ ഓൾറെഡി ഇതിനകത്തുണ്ട്. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴും ചില കാര്യങ്ങൾ ഇപ്പൊ ഈ ടാക്സ് ഇതുപോലെയുള്ള ചില ഇൻഷുറൻസിന്റെ അകത്തുള്ള ചില കണ്ടീഷൻസ്, അതുപോലെ കുറെ കാര്യങ്ങളിൽ ലോസ്, പുതിയ നിയമങ്ങള് നമ്മൾ ഫോളോ ചെയ്യേണ്ടതോ നമ്മുടെ റോഡ് ലോസോ ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എന്തായാലും അതൊക്കെ അമെന്റ്മെന്റുകളാണ്. അതിൽ മാറ്റങ്ങൾ വരുമ്പോൾ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിക്കണം. നമുക്കിപ്പോ ഇവിടെ ഈ തന്നിരിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവറാണ്. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റലൈസേഷൻ ബാക്കിട്ട് എന്താ, അഡ്മിറ്റഡ് ആണ് അല്ലെ, അങ്ങനെയുള്ളതിന് കിട്ടുന്ന കവറുകൾ. ഇവിടെ ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് ദ ഇൻഷുർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് എന്ത് കിട്ടുന്നത്, cover for all the expenses which are arising from their hospitalization. ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തുടങ്ങി അവിടെ വരുന്ന എല്ലാ ചെലവുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലൈസേഷൻ കവർ കൊടുക്കുന്നുണ്ട്. ഡ്യൂ ടു എനി ഇൽനെസ് ഓർ ആക്സിഡന്റ്, ഏതെങ്കിലും ആക്സിഡന്റ് സംബന്ധമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം വന്നിട്ടോ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ത് ചെലവ് എല്ലാ ചെലവുകളും ഈ ഹോസ്പിറ്റലൈസേഷൻ കവർ കൊടുക്കും. ഇത് അവരുടെ എന്താ പറയാ, ഈ ഒരു ഇൻഡെമിനിറ്റി കവർ, ഇൻഡെമിനിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം, ഈ ഒരു കവറേജ് അവര് കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ടു മേക്കിംഗ് ഗുഡ് ലോസ്, അവർക്കുണ്ടാകുന്ന ആ നഷ്ടം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടം, അതായത് പല രീതിയിലും നമുക്ക് എന്താ പറയാ മരുന്നിന്റെയോ അല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെന്റുകളുടെ ഒക്കെ ഒരുപാട് കാശുകൾ ചെലവാകുന്നുണ്ട്. അതിൽ നിന്നും അവരെ എന്ത് ചെയ്യുക, നഷ്ടം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ കൊടുക്കുന്നത്. ഇനി അവരെടുത്ത് പറയുന്നുണ്ട് എക്സ്പെൻസസ് വിച്ച് ആർ ബേസ്ഡ് ഓൺ ദ റിക്വയർഡ് ബിൽസ്, അതൊക്കെ കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് റിക്വയർഡ് ആയിട്ടുള്ള ബിൽസ് എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ, ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റ് നടത്തി അതിന്റെ ഡോക്യുമെന്റുകൾ, പിന്നെ മരുന്നുകൾ കൊടുത്തു അതിന്റെ ബില്ല്, അങ്ങനെ ആ ബില്ലും ഈ പറഞ്ഞ റിക്വയർഡ് ഡോക്യുമെന്റ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ they can get the coverage for all the expenses under hospitalization cover. ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഈ പറയുന്ന എല്ലാത്തിനും അവർക്ക് പൈസ തിരിച്ചു കിട്ടും, കമ്പനി കൊടുക്കും, ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യണം. എന്തൊക്കെ ബില്ലാണോ, ബില്ല് ആവശ്യം വേണ്ട ബില്ലുകളും ഡോക്യുമെന്റുകളും കൊടുക്കണമെന്ന് മാത്രം. ഓക്കെ, ഇനി ഇതൊക്കെ പറയുമ്പോഴും വീണ്ടും അവരവിടെ എടുത്തു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈച്ച് കവർ കംസ് വിത്ത് ഇറ്റ്സ് ഓൺ കവറേജ്, എക്സ്ക്ലൂഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇതെല്ലാം കൊടുക്കുന്നു പറയുമ്പോഴും ചില ഓരോ ഇൻഷുറൻസിനും അതിൻ്റെതായ കവറേജ് ഉണ്ട്, അതിൻ്റെതായ എക്സ്ക്ലൂഷൻസ് ഒഴിവാക്കലുകളുണ്ട്, അതിൻ്റെതായ തരത്തിലുണ്ട്. സെന്റൻസ് നമ്മൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷുറൻസ് പദ്ധതികളുടെ ഓരോ കാര്യങ്ങളിലും മാറ്റം വരുത്താൻ ഇൻഷുറൻസ് കമ്പനിക്ക് അവകാശമുണ്ട്. എക്സ്ക്ലൂഡ് ചെയ്യാനും അവരുടെ അധികാര പരിധിയിലാണ് അതൊക്കെ. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തില്ല. അവരുടെ ഇങ്ങനെയാണ് ഇവരുടെ ഇങ്ങനെയാണെന്നൊന്നും നമ്മൾ ആരെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ഒന്നാമത്തെ കിട്ടിയ ഹോസ്പിറ്റലൈസേഷൻ കവർ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴും അതിന്റെയൊക്കെ ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, സെക്കൻഡ് വൺ
അതിന്റെ ഈ ഒരു സെന്റൻസ് കൂടെ ഉണ്ട് കേട്ടോ. ഓൾ ദ എക്സ്പെൻസസ് ആർ based on the details mentioned on required bills and hospital documents. All expenses are met എന്നാണ് കേട്ടത്. അവിടെ എന്തോ ഒരു നെറ്റ് എന്നാണോ നിങ്ങളുടെ ടോപ്പിക് എടുക്കണേ? മെറ്റ് ബേസ്ഡ് ഓൺ, മെറ്റ് എന്നാണ്, MET ആണ് കേട്ടോ. മെറ്റ് എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യുന്നത്. മീറ്റിന്റെ പാർഷ്യൻസ് മെറ്റ് ആണ് നമ്മൾ ചേർത്തേക്കണേന്ന്. ക്ലിയർ ആയോ പറഞ്ഞത്? മെറ്റ് ബേസ്ഡ് ഓൺ ദ ഡീറ്റെയിൽ റിക്വയർഡ് ബിൽസ് ആൻഡ് ഡോക്യുമെന്റ്സ്. ആവശ്യം വേണ്ട ബില്ലുകളും ഡോക്യുമെന്റുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യുക. ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ സെന്റൻസും മൂന്നാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തേത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. ഇനി എന്താണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ? നേരത്തെ പറഞ്ഞത് ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്, രണ്ടാമത് പറയുന്നത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. ഇറ്റ് ഓൾസോ മീറ്റ്സ് ദ എക്സ്പെൻസസ്. എല്ലാ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യും, പക്ഷെ ഷുഡ് ബി കവേർഡ് വിച്ച് ആർ നോട്ട് കവേർഡ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ, അതായത് നമ്മളുടെ മുകളിൽ പറഞ്ഞ എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യും, പക്ഷെ അത് കൂടാതെ ചില കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും ഹോസ്പിറ്റലൈസേഷൻ കവറിൽ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് കൊടുക്കാത്തതായിട്ടുള്ള ചില പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് വരാത്ത ചില എക്സ്പെൻസുകളും എന്ത് ചെയ്യുന്നത് ഇവര് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വിച്ച് ആർ നോട്ട് മെഡിക്കൽ നേച്ചറിലുള്ളതല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഡോക്ടറെ കണ്ടു, അവിടുന്ന് മരുന്ന് തന്നു, അല്ലെങ്കിൽ എന്താ പറയാ സർജറി നടത്തി, ഇങ്ങനത്തെ മെഡിക്കൽ നേച്ചറിലുള്ളതല്ലാത്ത ചില എക്സ്പെൻസുകളും എന്ത് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ മീറ്റ് ചെയ്യുന്ന ചില പോളിസീസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. അതെന്താണെന്ന് ഫോർ എക്സാമ്പിൾ എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഇപ്പൊ ആ ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുപോകാൻ കണ്ടോ, ട്രാവലിംഗ് എക്സ്പെൻസ് വേണ്ടേ? വേണം. പിന്നെ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും, ആ സ്റ്റേ ചെയ്തതിന്റെ എക്സ്പെൻസ്, കാരണം ആ രോഗിയെ കൂടെ നിൽക്കാനോ കിടക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റേയിങ് എക്സ്പെൻസ്. പിന്നെ സ്പെഷ്യൽ ഡയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പോലും വൃത്തിയില്ലാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഡയറ്റ് ഫോളോ ചെയ്ത് മാത്രം ഇന്ന ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കാം, അത് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ചില ആളുകൾ ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കവറേജ് കൂടി എക്സ്ട്രാ ഇതിൽ കിട്ടുന്നുണ്ട് ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ. അപ്പൊ മുകളിൽ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ ചിലവൊക്കെ ഉണ്ട്, അതുകൂടാതെ ഇത്തരം എക്സ്ട്രാ എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് ഇൻ മെഡിക്കൽ നേച്ചർ, മെഡിക്കൽ നേച്ചറിൽ അല്ലാത്ത രീതിയിലുള്ള ചില എക്സ്പെൻസുകളും. അതിന് എക്സാമ്പിൾ വേണമെങ്കിൽ ഉറപ്പ് വയ്ക്കാം നമുക്ക്. ടു ആൻഡ് ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനും, അതുപോലെ തന്നെ സ്റ്റേ എക്സ്പെൻസുകൾ, ഡയറ്ററി ഫുഡ് എക്സ്പെൻസുകൾ എല്ലാം ഏതിൽ വരും? ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ വരും. ക്ലിയർ ആയോ? ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ എന്താ പറയാ, നമ്മളുടെ ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഇന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒന്നും ലാസ്റ്റത്തെയും സെന്റൻസ്, ഒന്നാമത്തെയും അവസാനത്തെയും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യും. ക്ലിയർ? ക്ലിയർ ആയോ എല്ലാവർക്കും? 10, 50, 47 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഹലോ ഹലോ, ഒരാളെ രണ്ടാളെ കണ്ടു ഇവിടെ. മെസ്സേജ് ഓക്കെ, യെസ്. അപ്പൊ നിങ്ങള് ഒന്ന് അലർട്ടായിട്ട് ഇരിക്കാട്ടാ. ഒന്ന് എന്താ പറയാ സ്റ്റഡിയൊക്കെ ആയിട്ട് കാലത്തിന്റെ ആദ്യത്തെ അവസരങ്ങൾ നിങ്ങൾക്ക് ഇരിക്കാനുള്ളതാണ്. കുറച്ച് എന്താ പറയാ എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുക. രാവിലെ അല്ലേ നമ്മൾ എനർജി ഫുൾ ആയിട്ട് ഇരിക്കണം. Okay, yes, and the third type of cover ആണ് നമ്മൾ നോക്കാൻ പോണേ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. മറ്റൊരു കവറേജ് ആണ് ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കൊടുക്കുന്ന മറ്റൊരു ടൈപ്പാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയാണ് ഇത്. which gives benefit or coverage to the insured those who are critically ill. വളരെ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ഉള്ളവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. എന്താ ക്രിട്ടിക്കൽ ഇൽനെസ്? സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ഇവിടെ എടുത്തു പറയുന്നത് ക്യാൻസർ, പാരാലിസിസ്, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എക്സെട്ര. കേട്ടോ,
ക്യാൻസർ പോലെയുള്ള രോഗം, അല്ലെങ്കിൽ പാരലൈസ് ആയി പോകുക എന്ന് പറയുന്നത് വശമൊക്കെ മുഴുവൻ അല്ലെങ്കിൽ മൊത്തത്തിൽ തളർന്നു പോവുക. ജീവനുണ്ട് അവിടെ, പക്ഷെ മൊത്തത്തിൽ തളർന്ന അവസ്ഥയിൽ അല്ലെ, യാതൊന്നും ചെയ്യാൻ പറ്റാതെ മൂവ് ചെയ്യാൻ പറ്റാതെ ഒക്കെ ഉള്ളത്. പിന്നെ വലിയ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മേജർ ആയിട്ടുള്ള അവയവം മാറ്റി വെക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള ഇല്ലസുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇല്ലസ് കവറിനകത്തുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഇനി ഇത്തരം ഇല്ലസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഇറ്റ് ടേക്സ് ലോങ് പീരീഡ് ടു റിക്കവർ. ഇതിനെന്താ പ്രത്യേകത? ഇതൊരു പ്രൊലോങ്ഡ് റിക്കവറി പ്രൊസീജിയർ ആണ്. കുറച്ചധികം സമയം വേണ്ടേ ഇത് ഈ രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് മുക്തി തരാൻ? അപ്പൊ അതുകൊണ്ട് അതിന് കുറച്ച് അഡീഷണൽ കോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ വരണം അല്ലെ. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചെലവുകൾ, ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഡയാലിസിസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് വേണ്ടി വരണം. അങ്ങനെ ഉണ്ടാകുന്ന രോഗം ഇതൊക്കെ. പിന്നെ ആ ആള് ജോലിക്കൊക്കെ പോകാത്തത് കൊണ്ട് ആൾക്കുണ്ടാകുന്ന പോസിബിൾ ലോസ് ഓഫ് ഇൻകം, അയാളുടെ വരുമാന നഷ്ടം, അതിനുണ്ടാകുന്ന ചെലവുകള്. പിന്നെ അവരുടെ ഫാമിലിയുടെ സ്ട്രക്ചറിൽ വലിയ മാറ്റം വരും. കാരണം ആ ഒരു ആള് വലിയ തോതിൽ എന്താ പറയാ വലിയ രോഗമായിട്ട് ഈ കുറെ നാളത്തേക്ക് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നു. അപ്പൊ എന്ത് പറ്റുന്നു? അവരുടെ വീടിന്റെ ഘടന തന്നെ മാറിപ്പോകും. ബിക്കോസ് ഇറ്റ് അഫക്ട്സ് ദർ ഹൗസ് അല്ലെ. അവരുടെ വീടിനെ ബാധിക്കും, അവരുടെ ചെലവുകളെ ബാധിക്കും. അവർക്ക് ഇൻകം ഇല്ലാത്ത ഒരു ഫാമിലി ആയി വേറെ ആരുമില്ല. ചിലപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കും ആ വീട്ടിലെ കുടുംബനാഥൻ. ചെറിയ കുട്ടികളാണ്, കുഞ്ഞു കുട്ടികള് അല്ലെ. ഭാര്യയാണെങ്കിൽ വേറെ ജോലിയോ ഒന്നും അറിയില്ല. മാത്രമല്ല കുഞ്ഞു പിള്ളേരെ നോക്കണം. ഈ വീടിനുണ്ടായിരുന്ന കുടുംബനാഥൻ അത്രയും വലിയ എന്തെങ്കിലും രോഗമൊന്നും കിടപ്പിലായിട്ടൊന്നും ആലോചിച്ചു നോക്കിയേ. അപ്പൊ അവരുടെ വീടിന്റെ ഘടന അവരെ അതൊക്കെ ഉള്ളതെങ്കിലും ദാരിദ്ര്യത്തിൽ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവരെ മേക്കപ്പ് ചെയ്യാനായിട്ട് ചില ഇത്തരം സ്ട്രക്ചറൽ ചേഞ്ചസിന് കൂടി അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് കൂടി എക്സ്ട്രാ എക്സ്പെൻസുകൾ ആഡ് ഓൺ ചെയ്തിട്ടാണ് ഇത്തരം ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക തരം കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ആശുപത്രി കിടക്കുമ്പോൾ വരുന്ന ചെലവെല്ലാവരും. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുമ്പോൾ അതുകൂടാതെ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് പെടാത്തതായിട്ടുള്ള നോൺ മെഡിക്കൽ നേച്ചറിലുള്ള സ്റ്റേക്ക് വേണ്ടി വരുന്നത്, ഡയറ്റിക്ക് വേണ്ടി വരുന്നത്, അതുപോലെ തന്നെ എന്താ പറയാ ട്രാവലിംഗ് എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കവറാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സച്ച് ക്യാൻസർ, പാരാലിസിസ് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻ, ഇതുപോലുള്ള രോഗങ്ങൾക്ക് കൊടുക്കുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. അതിനകത്ത് അഡീഷണൽ കോസ്റ്റുകളായിട്ട് എന്താ പറയാ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചെലവുകൾ, ഇൻസിഡന്റൽ ചാർജസ്, പിന്നെ പോസിബിൾ ലോസ് ഓഫ് ഇൻകം, സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി, ഇതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. എവിടെ വരെ? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വരെ മതി. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നിടത്തോളം വരെ മതി കേട്ടോ. ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് തുടങ്ങി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് വരെ വേണം. അതിനുശേഷം അടുത്ത സെന്റൻസ് ഇവിടെ some grave illness may need prolonged recovery which requires additional costs such as incidental expenses, possible loss of income or structural changes in the family. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. നമുക്ക് വേഗം മനസ്സിലാക്കിയേ പെട്ടെന്ന്. ലാസ്റ്റ് സെന്റൻസ് ആണോ? അതായത് സം ഗ്രേവ് ഇൽനെസ് എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ വിച്ച് നീഡ് പ്രൊലോങ്ഡ് റിക്കവറി, കൂടുതൽ ജീവിതകാലം വേണം അതിന്റെ
ആ ഒരു രോഗത്തിൽ നമുക്ക് മുക്തി നേടാനെങ്കിൽ അത്തരം ചെലവുകൾ, അത്തരം രോഗങ്ങൾക്ക് ചില അഡീഷണൽ കോസ്റ്റ് കൂടി കവറേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് കവറേജില്? ക്രിട്ടിക്കൽ ഇൽനസ് കവറേജില്. അത് ഏതൊക്കെയാ? ഇൻസിഡന്റൽ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ആ രോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചെലവുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ രോഗത്തിന് ചിലപ്പോ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ വരുമ്പോ ബ്ലഡ് കൊടുക്കേണ്ടി വരും, അതിന്റെ ചെലവുകൾ, ബ്ലഡ് വാങ്ങിച്ചു കൊടുക്കണം അല്ലെ, അതിനൊക്കെ പൈസ ഉണ്ട്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വീട് ആൾക്കുണ്ടാകുന്ന ഇൻകം ലോസ്, ആ വ്യക്തി ജോലിക്ക് പുറത്തുകൊണ്ട് അയാൾക്ക് വരുമാനമില്ല, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം നികത്തുന്നുണ്ട്. പിന്നെ അവരുടെ വീടിന് ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നു. അതൊക്കെയാണ് ഫസ്റ്റ് ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി മനസ്സിലായില്ലേ? യെസ്, ഓക്കെ. അടുത്തത് പേഴ്സണൽ ടൈപ്സ് നമ്മൾ തീർക്കാം. അടുത്തത് പേഴ്സണൽ ആക്സിഡന്റ് കെയർ ആണ്. പേഴ്സണൽ ആക്സിഡന്റ് കെയർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും വിച്ച് കവേഴ്സ് ദ എക്സ്പെൻസസ് ഡ്യൂ ടു എനി ആക്സിഡന്റ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് മാത്രമേ കിട്ടുള്ളൂ. അത് രോഗമല്ല, അവിടെ ആക്സിഡന്റ് ആണ്. ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആക്സിഡന്റ്സിന് നമുക്ക് കിട്ടുന്ന കവറേജ് പേഴ്സണൽ ആക്സിഡന്റ് ആണ്. ഇതിന് ചിലപ്പോ ഒരു ലംസം എമൗണ്ട് ഒക്കെ ആയിരിക്കും ഓൺ ദ ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി ഓർ ഡെത്ത്. ആ ആക്സിഡന്റ് മുഴുവൻ നമുക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ മരണം, അതിന് വേണ്ടിയിട്ട് ഒരു ലംസം എമൗണ്ട്, ഫുൾ എമൗണ്ട് ആയിട്ട് ആയിരിക്കും കിട്ടുക. അതാണ് എന്ത് വിളിക്കുക? പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ അത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള രോഗം അല്ല ആക്സിഡന്റ് ആണെന്നൊക്കെ നോക്കിയിട്ട് തരുന്നുണ്ടാ. അല്ലാണ്ട് ഇന്ന എമൗണ്ട് ഫുൾ ആയിട്ട് അങ്ങോട്ട് തരുമ്പോൾ അതിന്റെ ഡിഗ്രി ഓഫ് ഇഞ്ചുറിയും അതുപോലെ ചിലപ്പോൾ മരണമാണെങ്കിൽ അതും ഒക്കെ നോക്കി അതിനനുസരിച്ച് ഒരു ഇതൊക്കെ ഇൻഷുറൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്ലോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അവര് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് തരാം. അതൊക്കെ ഡോക്ടേഴ്സുമായിട്ട് അവര് എന്ത് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന്റെ ഒരു ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒരു എങ്ങനെയാണ് ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ ആളുടെ കയ്യിലേക്ക് എത്തണേ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലേക്ക് എത്തണമെന്ന് ഒരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. ഇതിപ്പോ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പേഴ്സണൽ ആക്സിഡന്റ് കവറിന്റെ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് ആൻഡ് ലാസ്റ്റ് വൺ ടോപ്പ് അപ്പ് കവർ. ടോപ്പ് അപ്പ് കവർ, ടോപ്പ് അപ്പ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ പണ്ടൊക്കെ എന്താ ചെയ്തിരുന്നത്? മൊബൈല് ടോപ്പ് ചെയ്തിരുന്നത് ഓർക്കണ്ട ആ ഒരു കാലഘട്ടം മറന്നുകൊണ്ട് നമ്മള്. കാരണം പണ്ട് നോക്ക് കുഞ്ഞി ഇത്തിരിക്കോളുള്ള ഫോണൊക്കെ ഉണ്ടായിരുന്നപ്പോ നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായാൽ മതി, നിങ്ങൾ യൂസ് ചെയ്തൊന്നല്ല. ആ വീട്ടില് ചിലപ്പോ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇപ്പോഴും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അവരുടെ കയ്യിൽ കുഞ്ഞി ഫോണൊക്കെ അല്ലെ, പണ്ടത്തെ നോക്കിയടൊക്കെ. അന്നേരം നമ്മൾ ആ ഫോണൊക്കെ ഉണ്ടായിരുന്നപ്പോ എന്താ ചെയ്യാ? ടോപ്പ് ചെയ്യാം. 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ അന്ന് ചാർജ് ചെയ്യായിരുന്നു. ഇന്നതൊന്നുമില്ല. ഇന്ന് ആഴ്ചയിലാഴ്ചയിൽ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുക അല്ലെ. 300, 400, 600, 1000 ഒക്കെ പറഞ്ഞിട്ട് അതൊരു പ്ലാനാണ്, ഒരു പ്ലാനാണ്. മറ്റേത് നമ്മൾ എടുക്കുന്ന നമ്മൾ വിളിക്കാനുള്ള ടോക്ക് ടൈമിനൊക്കെ വേണ്ടിയിട്ട് ഒരു 10 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ നമുക്ക് 7.89 അല്ലെ, 7.90 അല്ലെ, 7 പൈസക്ക് വിളിക്കാം. 2 രൂപ അവരുടെ 2 രൂപയോ അല്ലെങ്കിൽ 1 രൂപയൊക്കെ അവരുടെ ഒരു സർവീസ് ചാർജസ് നമുക്ക് വേണ്ടി തരുന്നതിന്. ഇതൊക്കെ ടോപ്പ് അപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള പ്ലാൻസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? എത്ര രൂപയ്ക്ക് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം എന്നുള്ള ഒരു പ്രൊസീജിയർ ആണ്. സെയിം വേ ഇവിടെയും നമ്മളുടെ എന്താ പറയാ ഇപ്പോഴും ഉണ്ടല്ലേ. ഓക്കെ, ഇത് ഒരു തരം അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിന് കൊടുത്തതാണ്. നിലവിലുള്ള നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഏതെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ പോളിസി, എന്തെങ്കിലും നമ്മുടെ ഹെൽത്ത് പോളിസിയോ ഒരു ഹോസ്പിറ്റലൈസേഷൻ ഒരു പോളിസി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കറിയാം ഇപ്പൊ ഒരു വർഷം ഞാനൊരു പോളിസി എടുത്തിട്ടുണ്ട്. ആ ഒരു വർഷത്തില് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും വലിയ രോഗം വന്നു, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ അവര് ആ ഒരു ഇയറിൽ ഇങ്ങനെ പറയുന്നുണ്ടാവുമല്ലോ, ഇത്ര ഒരു ഇയറിൽ നമുക്ക് ഇത്ര മാക്സിമം എമൗണ്ട് ആണ് ആ രോഗിക്ക് ആ രോഗം വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പൊ ഒരു 50,000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത് വിചാരിക്കാം. ഇൻഷുറൻസിന്റെ ആ ഒരു എഗ്രിമെന്റ് അങ്ങനെയാണ്. അപ്പൊ ഒരു വർഷം എനിക്ക് വന്നു, അസുഖം വന്നു, ഞാൻ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ ഒരു 19,000 രൂപ എനിക്ക് വേണ്ടിയിട്ട് ചെലവാക്കാം. ദാറ്റ് മീൻസ് ആ ഇയറിൽ എന്റെ ആ കവറേജ് എനിക്ക് കിട്ടുന്ന എമൗണ്ട് അവിടെ തീർന്നില്ലേ? വീണ്ടും ഈ ഒരു വർഷം എനിക്ക് ഇനി വേറെ രോഗം വരാൻ പാടില്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും എനിക്ക് എന്ത് ചെയ്തു? വേറെ ഏതെങ്കിലും രോഗം വന്ന് ചിലപ്പോൾ 1-2 ദിവസം വീണ്ടും ആശുപത്രിയിലാണ്. വീണ്ടും ഇൻഷുറൻസുകാരോട് ഇത് ഇയർലി ഒരു പ്രൊസീജിയർ ആണ് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ നിലവിലുള്ള പോളിസി ഓൾറെഡി എനിക്ക് എമൗണ്ട് തന്നു തീർന്നു പോയി. സോ നിലവിലുള്ള പോളിസിയിൽ ഐ ക്യാൻ എക്സ്റ്റെൻഡ് മൈ ഹോസ്പിറ്റലൈസേഷൻ പോളിസി. ഇതിന്റെ കവറേജ് എന്ത് ചെയ്യാം? ആഡ് ഓൺ ചെയ്ത് നിലവിലുള്ളതിനോട് ഇത്ര രൂപ വേണമെങ്കിൽ കൂടുതൽ എന്താ പറയാ പ്രീമിയം കൊടുത്തോ ഒരു കുറച്ചുകൂടി ഹയർ എക്സ്പെൻസുകൾ നമുക്ക് ആ ഒരു ഇയറിൽ തന്നെ എന്ത് ചെയ്യാം?
നമുക്ക് നേടി എടുക്കാൻ വേണ്ടി കവറേജ് കിട്ടാൻ വേണ്ടി എക്സിസ്റ്റിംഗ് പോളിസിനെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ് ചെയ്യാം. When it gets exhausted, ആ പോളിസിയുടെ എമൗണ്ട് തീർന്നു കഴിയുമ്പോൾ, എക്സോസ്റ്റഡ് ആകാന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാകാം, തീർന്നു കഴിയുമ്പോൾ അതിനെ ടോപ്പ് ചെയ്ത് നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. അപ്പൊ നേരത്തെ ഉള്ള പോളിസിയുടെ എന്താണോ എമൗണ്ട് പ്രീമിയം അടിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേറൊരു അഡ്വാൻസ്ഡ് രീതിയാണ്. ഇൻഷുറൻസിന്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇത്. നിലവിലുള്ള പോളിസിയിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ആഡ് ഓൺ ആക്കി എടുക്കാൻ പറ്റും. അത് തന്നെയാണ് ടോപ്പ് എന്ന് പറയാം. Okay, top-up cover is considered as an extension over our current health or hospitalization policy. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം ലാസ്റ്റ് സെന്റൻസും ഇൻ കേസ് ഓഫ് ഹയർ എക്സ്പെൻസസ് ഡ്യൂ ടു ഇൽനസ് ഓർ ആക്സിഡൻസ്. നമ്മുടെ നിലവിലുള്ള ആ ഒരു പോളിസിയിൽ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗമോ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് കൂടുതൽ ചെലവ് തോന്നും, എക്സ്പെൻസ് കൂടുതലാണ് എങ്കിൽ the existing policy sum insured gets exhausted. നമ്മുടെ പോളിസിയിൽ പറഞ്ഞേക്കുന്ന പൈസ തീർന്നുണ്ടാവും. കാരണം അത്രയും പൈസ കൂടുതലാണ് നമ്മുടെ ആ ഒരു ആക്സിഡന്റോ ഇല്ലസിനോ വേണ്ടി ചിലവാകുന്നത്. അതുകൊണ്ട് ടോപ്പ് അപ്പ് കവർ ടേക്സ് കെയർ ഓഫ് ദ എക്സ്ട്രാ എക്സ്പെൻസസ്. ടോപ്പ് അപ്പ് കവർ നമ്മൾ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് നമ്മുടെ എക്സ്ട്രാ എക്സ്പെൻസുകൾ നമുക്ക് മീറ്റപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അത് തന്നെ റീചാർജ് ചെയ്യുന്നത് പോലെ തന്നെ. യെസ്, നമ്മുടെ നെറ്റ് ഒക്കെ നമ്മൾ തീർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യുന്നത് പറയാം. പണ്ട് ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യാമെന്ന് പറയും. ബിക്കോസ് നമ്മൾ ഡാറ്റയോട് അതിനൊപ്പം ചാർജ് ചെയ്യുന്നുണ്ട്. ഒന്നാം ചെയ്യുമ്പോൾ ലാസ്റ്റ് സെന്റൻസ് ഒന്നാമത്തെയും അവസാനത്തെയും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എന്താ പറയാ, ഒരു സെക്കൻഡ് നിങ്ങൾക്ക് മറുപടിക്കാണ് ഞാൻ അതിനെ വെച്ചിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തത്. 1 minute. അയ്യോ, ഞാൻ പോയില്ല, ഞാൻ പോകും അങ്ങനെ പറയാതെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസുകൾ ഉണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത ക്ലാസ്സിലെ എടുക്കുന്നുള്ളൂ. ക്ലാസ് കിട്ടണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേറെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പറയാം. അതിന് മുമ്പ് നിങ്ങൾ ചോദിച്ച തുടക്കം നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് കുറച്ച് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ പറയാമെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് ഇല്ലേ? എക്സാം ടൈമിൽ വന്നിട്ട് 23rd and 24th നമുക്ക് 3rd, 4th മോഡ്യൂളുകളുടെ എക്സാം ആണ്. എക്സാം അതോറിറ്റിയിൽ നിന്ന് ആ ഒരു ഡ്യൂറേഷനിൽ നമുക്കൊരു എന്താ പറയാ എക്സാം നടത്തണം എന്നുള്ളത് ഉണ്ട്. മനസ്സിലായോ? നമുക്ക് അനുവദിച്ചിരിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ആ കറക്റ്റ് ടൈമില് നമുക്ക് മോഡൽ എക്സാംസ് നടത്തണം, കണ്ടക്ട് ചെയ്യുന്നത് നിർബന്ധമാണ്. സോ നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സുകൾ കഴിയേണ്ടതും എക്സാംസ് നടക്കേണ്ടതുമായിട്ടുള്ള സമയം എത്തി. പക്ഷെ നമുക്ക് ഇവിടെ കോൺവെക്കേഷൻസ് കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്താ പറയാ വിഷുവിന്റെ ഒക്കെ അങ്ങനെ ഒരു ആഴ്ചയിൽ മൺഡേ തന്നെയൊക്കെ ആയിട്ടാണ് വന്നത്. അതായത് നമ്മളുടെ വീക്ക് ബേസിൽ തന്നെയാണ് വന്നത്, എൻഡ് ഓഫ് ദ വീക്ക് അല്ല വന്നത്. അപ്പൊ നമ്മുടെ സാധാരണ ബേസിലൊക്കെ അങ്ങനത്തെ അപ്പീല് കുറച്ച് അധികമൊക്കെ വന്നു. പിന്നെ നെറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചില ക്ലാസ്സുകളൊക്കെ മിസ്സായി. അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ഈ ഒരു ഡ്യൂറേഷനിൽ കുറച്ച് ഗ്യാപ്പ് വരികയും നമ്മുടെ ക്ലാസ്സസ് കുറച്ചുകൂടി നീണ്ടു പോകേണ്ടതുമായിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കും അറിയണമായിരിക്കും, നമ്മൾക്കും അറിയാം. അല്ലേ? ശരിയല്ലേ? കുറച്ച് ക്ലാസ്സസ് മിസ്സായോ? ഓക്കെ. സോ ആ കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ക്ലാസ്സുകൾ കുറച്ച് നീണ്ടു പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ബിറ്റ്വീൻ നമ്മളുടെ എക്സാംസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈം ടേബിളിൽ 23rd ഉം 24th ആണ്, മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആണോ തന്നിരിക്കുന്ന ടൈം ടേബിളില്? അതെ. ഇനി മൺഡേയും ട്യൂസ്ഡേയും നമുക്ക് എക്സാംസ് തന്നെയാണ്. അതിൽ ദർ ഇസ് നോ ചേഞ്ച്, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ആ ദിവസം നമുക്ക് എക്സാം ആണ്. 12 to 12:50 50 മിനിറ്റ് ഉള്ള എക്സാം ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല, കാരണം ആ സമയത്ത് നിങ്ങൾക്ക് ഇത് പഠിക്കണം. അപ്പൊ മൺഡേ നിങ്ങൾക്ക് ആദ്യത്തെ 3rd മൊഡ്യൂളിന്റെ എക്സാം ആണ്. മൺഡേയില് 3rd മൊഡ്യൂളിന്റെ എക്സാം ആണ്. 3rd മൊഡ്യൂളിൽ ഐ തിങ്ക് 13 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ? 13 എല്ലാം
ഇല്ലേ? ടീച്ചേഴ്സ് ഇതുപോലെ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് തരുന്നത് പോലെ തന്നെ ടീച്ചേഴ്സ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. സാറ്റർഡേ സൺഡേ 2 ദിവസം നമുക്ക് ക്ലാസ് ഉണ്ട്. ഫ്രൈഡേ നമുക്ക് നിങ്ങളുടെ ക്ലാസ് 12:30 കഴിഞ്ഞാൽ ബാക്കി സമയമുണ്ട്. ദാറ്റ് മീൻസ് 2.5 days അവിടെ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഒരു എന്താ പറയാ തിങ്കളാഴ്ച നമ്മൾ എക്സാമിന് വേണ്ടി കയറുന്നത് വരെ അത്രയും സമയമുണ്ട്. സോ കുറച്ച് നമ്മളൊന്ന് ബുദ്ധിമുട്ടി 3rd മൊഡ്യൂളിന്റെ എക്സാം കൊടുക്കുക. 4th മൊഡ്യൂളിന്റെ എക്സാം നമുക്കറിയാം ചൊവ്വാഴ്ചയാണ്. ഇനി ആ ചൊവ്വാഴ്ചത്തെ എക്സാമില് നിങ്ങൾക്ക് അവിടെ ബ്രാക്കറ്റ് ഇട്ട് നിങ്ങളുടെ ടൈം ടേബിളിനകത്ത് തന്നിട്ടുണ്ട് ചില ചാപ്റ്റേഴ്സ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ലിസ്റ്റ് അല്ലെ? ചില ചാപ്റ്റേഴ്സ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ലേ? ഒരു 5 ചാപ്റ്റർ എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മീൻസ് 5 ചാപ്റ്റർ അത് ഒഴികെയാണ്, അത് വേണ്ട. ആ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണ്ട. ബിക്കോസ് അത് നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പൊ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ അത് കിട്ടില്ല നിങ്ങൾക്ക്. അത്തരം ക്വസ്റ്റ്യനുകൾ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്നുണ്ടായ ഈ ഒരു എക്സാം നടത്തുന്നത്. ഓക്കെ, നടത്താനുള്ളത് എടുക്കാനുള്ളത് അതെനിക്ക് മനസ്സിലായില്ലല്ലോ. ഇപ്പൊ നടക്കാനുള്ളത് എനിക്ക് വായിച്ചെത്തിയില്ല. ഓക്കെ, എന്താന്ന് മനസ്സിലായില്ല കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ആരെങ്കിലും ചോദിച്ചാൽ മതി. എന്താന്ന് വെച്ചാൽ ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്തിരിക്കാം. അതായത് നമ്മള് എടുക്കുന്ന പരീക്ഷകള് 3rd ഉം 4th മൊഡ്യൂളിന്റേതാണ്. സൗണ്ട് അൺമ്യൂട്ട് ആണല്ലോ. എന്ത് ചെയ്യാം? അപ്പൊ 3rd മൊഡ്യൂളിലാണ് ചാപ്റ്റേഴ്സ് കൂടുതലുള്ളത്. അതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ച് സമയം അവിടെ ഉണ്ട്. 2 ദിവസം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അതുപോലെ അതിന്റെ മുന്നത്തെ ദിവസം ഹാഫ് ടൈം ഉണ്ട്. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു പഠിക്കാം. അതിനുശേഷം ചൊവ്വാഴ്ചത്തെ എക്സാമിൽ ചാപ്റ്റർ കുറവാണ്, 11 ചാപ്റ്റർ ഉള്ളൂ. അതിൽ 5 ചാപ്റ്റർ ഒഴിവായി, ബാക്കി 6 ഉള്ളൂ അല്ലേ? അങ്ങനെയാണോ? 11 ചാപ്റ്റർ അല്ലേ ലാസ്റ്റത്തെ മൊഡ്യൂളില്? അതിനകത്ത് 5 ചാപ്റ്റർ ഒഴിവായാൽ ബാക്കി എത്ര ഉണ്ട്? 6 ചാപ്റ്റർ ഉള്ളൂ. ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ ആണ് എനിക്ക് മനസ്സിലായില്ല. എന്താണ് സിനി പറഞ്ഞതൊന്നും പറഞ്ഞോ? ഒന്ന് എന്താണെന്ന് ചോദിച്ചോ? സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ല. എക്സാമിന് എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് ആ പോർഷൻസ് ആണ്. അതാണ് കുട്ടി ഉദ്ദേശിച്ചത്. അതില്ല. എക്സെപ്റ്റ് ചാപ്റ്റർ 1 മെഡിക്കൽ ഇൻഷുറൻസ് ഞാൻ എടുക്കുന്ന ചാപ്റ്റർ അല്ലെ? ഒന്ന് ബ്രാക്കറ്റിലുണ്ടോ? അത് എക്സാം ഇല്ലാന്നാ പറഞ്ഞു. അതില്ല. 4ാമത്തെ മൊഡ്യൂൾ എക്സാം നടത്തുമ്പോ ആ ചാപ്റ്ററുകളില്ല. പ്രാക്ടിക്കൽ തന്നിട്ട് ചാപ്റ്റർ നമ്പറുകൾ നോക്കുക. ആ നമ്പറുകളൊന്നും ചാപ്റ്റർ ഇല്ല, ബാക്കിയുള്ളതുണ്ട്. ഓക്കെ, ക്ലിയർ? ബാക്കിയുള്ള 6 ചാപ്റ്റർ ഉണ്ട്, 5 ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. സോ പിന്നെ എന്താ പറയാ, അപ്പൊ നിങ്ങൾ അതുവരെയുള്ളത് പഠിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ ഉള്ള സമയം ഉപയോഗപ്പെടുത്തി നിങ്ങളതൊന്ന് പഠിക്കാം. ബിക്കോസ് നമുക്ക് ആ സമയത്തിന് എക്സാം നടത്തണമെന്ന് അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. 1, 2, 9, 10, 11 ചാപ്റ്റേഴ്സ് ഇല്ല. ഓക്കെ, ബാക്കിയുള്ളത് ഉണ്ടെന്നാണ് മീനിങ്. ഇത് ഇല്ലാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത്. ബാക്കിയുള്ള ചാപ്റ്ററുകൾ 6 ഉണ്ട് 11 അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആയാലും ഇനിയിപ്പോ എല്ലാവരും ക്ലാസ്സിലേക്ക് കയറാത്തവരുണ്ടാവും, അവർക്ക് ആരെങ്കിലും സംശയം വരുമല്ലോ. അതുകൊണ്ട് അതൊന്നും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ മറ്റു ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കരുത്. ബിക്കോസ് അവർക്കും അവരുടെ പോർഷൻസ് തീർക്കണം. ഈ എക്സാം നടക്കുന്ന 2 ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. മനസ്സിലായോ? എക്സാം നടക്കുന്ന 23rd ഉം 24th നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സമയത്തെങ്കിലും കുറച്ച് നേരം പഠിക്കണ്ടേ. കാരണം എക്സ്ട്രാ നിങ്ങൾക്ക് അവിടെ സ്റ്റഡി തരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളുടെ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എടുക്കുന്ന ടീച്ചേഴ്സ് അവരവരുടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. അത് നിങ്ങളുടെ പരീക്ഷകൾ എന്താ പറയുക 1, 2, 3, 4 മോഡലുകളും അതുപോലെ 1, 2, 3, 4 അതിന്റെ മെയിൻ എക്സാംസും 2 രീതിയിലും നടക്കും. അത് അതിന്റെ ടൈം തരുന്നതനുസരിച്ച് നടത്തുന്നതായിരിക്കും. ഇസ് ക്ലിയർ നൗ? ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി മൊഡ്യൂള് 1 തൊട്ട് 4th മോഡൽ എക്സാം പിന്നെ ഉണ്ട്. നമ്മള് കുറച്ച് സെക്കൻഡ് ചാപ്റ്റേഴ്സ് മൊഡ്യൂൾസ് കഴിഞ്ഞപ്പോ നമ്മള് ഒരു മോഡൽ എക്സാം നടത്തിയില്ലേ? അത് കഴിയുമ്പോ നമ്മൾ അതേപോലെ തന്നെ 3rd, 4th കഴിയുമ്പോഴും ഒരു മോഡൽ വേണമായിരുന്നല്ലോ. അതിപ്പോ നടക്കാം മോഡൽ 23rd, 24th. മനസ്സിലായോ? അത് ഇച്ചിരി മുമ്പേ നടത്തുന്നു. കാരണം നമ്മുടെ ടൈമിന് അത് കണ്ടക്ട് ചെയ്യണമെന്ന് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. മനസ്സിലായോ? ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ?
ഇനി ആരും വെറുതെ ടീച്ചേഴ്സിനോട് ചോദിച്ചു വെറുതെ സമയം കളയണ്ട. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഒരു 5-8 മിനിറ്റ് ഞാൻ ഉപയോഗിച്ചത്. ഓക്കെ, സോ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പൊ എടുത്ത ഭാഗം മാത്രമേ ഉള്ളൂ, എടുക്കാത്ത ഭാഗത്തൊന്നും പരീക്ഷ ഒന്നും ചോദിക്കുകയില്ല. ഫൈനൽ എക്സാം അല്ല, അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം അല്ല. ഈ 23-24 പരീക്ഷ കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിന് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വരുന്നത് മൊത്തം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4 മോഡൽസ്, then again 1, 2, 3, 4 മെയിൻസ്. ഇനിയും ചോദിക്കില്ലേ, ഇനി മോഡൽ ഇല്ലേ എന്ന് ചോദിക്കില്ലേ നിങ്ങള്? ക്ലിയർ? യെസ്, ഓക്കെ, താങ്ക് യു, ബൈ. സോ സീ യു.